കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നിന്റെ ഈ നാവുകൊണ്ട് അമ്മയെന്ന് വിളിക്കാനുള്ള അവസാനത്തെ അവസരം ഇത്. നിന്റെ മുമ്പിൽ ഈ നിമിഷം കത്ത് ചാമ്പലാവാൻ പോവാ ഞാൻ. പിന്നെ നീ എത്ര നെഞ്ചു കയറി വിളിച്ചാലും ഞാൻ കേക്കില്ല. അമ്മ, അതിനിവിടെ എന്ത് സംഭവിച്ചു? ആരാന്റെ കുഞ്ഞ് നിന്നെ അച്ഛാന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഈ വസുമതി ജീവനോടെ ഉണ്ടാവില്ല. അത്ര തന്നെ. ഈശ്വര, ഈ വിവരം ആരാ വസുമതി ആന്റിയുടെ അടുത്ത് എത്തിച്ചത്? അതും ഇത്തരത്തിൽ വളച്ചൊടിച്ചു. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മിണ്ടരുത് നീ. വസുമതി ആന്റി, ആന്റി വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. നീ മിണ്ടരുത്. ഒരു മകളെ പോലെ വിശ്വസിച്ചതാ ഞാൻ നിന്നെ. ആ നീയും കൂടി ഈ ചതിക്ക് കൂട്ടു നിന്നല്ലോടി. ഈ കച്ചവടത്തിൽ നിന്റെ ലാഭം എന്താ? മകളുടെ അവിഹിത ഗർഭം അർജുന്റെ തലയിൽ കെട്ടിവെച്ച നിന്നെ മരുമകളായി പട്ടുമെത്തയിലിരുത്താന്ന് വാക്ക് തന്നിട്ടുണ്ടോ സത്യഭാമ? ആന്റി, ഞാൻ എടി, വിഷ്ണുവിനും സുസ്മിതയ്ക്കും കല്യാണം ഉറപ്പിച്ചപ്പോ അതേ മുഹൂർത്തത്തിൽ ഈ അർജുന്റെ വിവാഹം നടത്തുമെന്ന് പറഞ്ഞ് ഞാൻ സത്യഭാമയെ വെല്ലുവിളിച്ച എന്തിനാന്ന് നിനക്കറിയോ? അത് വിചാരിച്ചെങ്കിലും സത്യഭാമ വിഷ്ണുവിന്റെ കല്യാണം നടത്താതിരിക്കാൻ, നിന്റെ ഈ താലി അറ്റുപോകാതിരിക്കാൻ. ആ നീയാ എന്നോടിത് ചെയ്തത്. അമ്മേ, അതിന് ശാലിനി എന്ത് ചെയ്തു? പിന്നെന്താടാ, ഇവിടെ ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നുണ്ടോ? ഇവള് നിന്നെയും കൂട്ടി വരാൻ പറയടാ. വസുമതി ആന്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കണമെങ്കിൽ ഇതിന് പിന്നിൽ സുസ്മിത തന്നെയാ. ആന്റി, ആന്റിയോട് ആരാ ഇക്കാര്യം പറഞ്ഞത്? പറഞ്ഞതാരോ ആയിക്കോട്ടെ, സത്യമാണോ അല്ലയോ? ആന്റിയുടെ ചോദ്യം എന്താന്ന് മനസ്സിലാവാതെ എനിക്കതിന് വ്യക്തമായ മറുപടി തരാൻ പറ്റില്ല. പ്രീതി ഗർഭിണിയാണെന്നുള്ള കാര്യം സത്യമാണോ? പറയടി, സത്യമാണോ? അതെ. ഒരു വർഷമായിട്ട് അവൾ അർജുനൊപ്പം അല്ല താമസമെന്ന് നിനക്കറിയാമോ? അറിയാം. ഭർത്താവിന്റെ സാമീപ്യം കൊണ്ടല്ലാതെ വയറ്റിലുണ്ടാവുന്നതിനെ അടി അവിഹിത ഗർഭം എന്ന് പറയുന്നത്. അമ്മേ, പ്രീതിയെ പറ്റി വേണ്ടാത്തത് പറയരുത്. പിന്നെന്താടാ, ഞാൻ അവളെ പോയിട്ട് പൂജിക്കണോ? ആരാന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുന്നവളെ? അമ്മയോടാണ് ഞാൻ പറഞ്ഞത് ഇത്തരം വൃത്തികെട്ട സംസാരം ഇവിടെ പാടില്ലാന്ന്. നിന്നോട് നെറുകേടും വഞ്ചനയും കാണിച്ചാലും നിനക്ക് അവള് തന്നെ പ്രധാനം അല്ലടാ. എനിക്ക് എന്റെ അമ്മയും പ്രധാന. പക്ഷെ അമ്മയ്ക്ക് അമ്മയുടെ പരിധിയുണ്ട്. അത് വിട്ട് പെരുമാറരുത്. ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നടാ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഈ ഒരു കന്നാസ് മണ്ണെണ്ണയായിട്ട് നീ വരാൻ കാത്തു നിന്നത്. എന്റെ അമ്മ ഇനി എന്തെല്ലാം വിഡ്ഢിവേഷം കെട്ടിയാലും ഞാൻ പ്രീതിയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. എന്റെ ഭാര്യയായിട്ട് അവൾ ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും. അവളെ നീ കൂട്ടിക്കൊണ്ടുവരും അല്ലേടാ? കാണിച്ചു തരാടാ ഞാൻ. ഇപ്പൊ ഞാൻ കാണിച്ചു. അർജുനേട്ടാ, വേണ്ട. മാറിക്ക്. അടുത്തേക്ക് വരരുത്. അർജുനേട്ടാ, 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 വേണ്ട. ശാലിനി, അടുക്കരുത്. കത്തിക്കും ഞാൻ. അല്ലെങ്കിൽ അമ്മ എന്തിനാ മരിക്കുന്നേ? ഞാൻ മരിച്ചോളാം. ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളല്ല. എന്റെ വിവാഹം
എന്റെ ഭാര്യ. അതൊക്കെയല്ലേ നിങ്ങളുടെ പ്രശ്നം അല്ലേ? ഞാനില്ലാതെ എല്ലാം തീരുമല്ലോ. മോനെ അരുത്. അല്ലെങ്കിലും ഞാൻ എന്തിനാ അമ്മയെ ജീവിച്ചിരിക്കുന്നേ? അതുകൊണ്ട് ആർക്കാ പ്രയോജനം? ഏറെ പ്രതീക്ഷയോടെ ഒരു വിവാഹം കഴിച്ചു. എന്നിട്ട് എത്ര നാൾ ഒരുമിച്ച് ജീവിച്ചു? ഒരുമിച്ച് കണ്ട സ്വപ്നത്തെക്കാൾ കൂടുതൽ അകന്നിരുന്നതിന്റെ വേദനയാ. ആരായിരുന്നു അമ്മേ അതിന്റെയൊക്കെ കുറ്റക്കാര്? ഒടുവിൽ സ്വന്തം ഭാര്യ ഒന്ന് കാണണമെങ്കിൽ ഒളിച്ചും പാത്തും പോണം. ഏത് കോടതിയാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത്? ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് സുഖമായി ഒന്നിച്ച് ജീവിക്കാമായിരുന്നു ഞങ്ങൾക്ക്. അമ്മമാരുടെ വാക്ക് തട്ടിക്കളയേണ്ടെന്ന് വെച്ചാണോ ഞങ്ങൾ ഇത് തെറ്റ്? ഇപ്പൊ അമ്മ അധിക്ഷേപിച്ചില്ലേ ആരാന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുന്നവളെന്ന്? അതാരാന്റെ കുഞ്ഞല്ല, സ്വന്തം മകന്റെ കുട്ടിയാണെന്ന് അമ്മയ്ക്കാ. പ്രീതി കൂടെ ഇല്ലാത്തൊരു ജീവിതം ഇനി എനിക്ക് വേണ്ടമ്മ. ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി മരിക്കുന്നതിന് പകരം ഒറ്റയടിക്ക് എല്ലാം അമ്മ എനിക്ക് ഒന്ന് അവസാനിപ്പിച്ച് താ. അമ്മയ്ക്ക് അമ്മയുടെ മോനോട് സ്നേഹമുള്ളതുപോലെ എനിക്ക് എന്റെ മോനോട് സ്നേഹമില്ലേ അമ്മ? അവൻ അവന്റെ അച്ഛന്റെ കാവലിൽ ജനിക്കണമെന്നും അവനെ കൈപിടിച്ച് വളർത്തണമെന്നും കൂടെ കിടത്തി ഉറക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അമ്മ? എനിക്ക് എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു അമ്മ. എന്നെ മനസ്സിലാവുമായിരുന്നു എന്റെ അച്ഛന്. ഓരോ നിമിഷം ഇങ്ങനെ നീറി നീറി ജീവിക്കാൻ എനിക്ക് വയ്യമ്മ. യാതൊരു സന്തോഷമില്ലാതെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി മാട് പോലെ പണിയെടുക്കാൻ മാത്രമാണ് ഈ ജന്മോഗി. ഒരു നിമിഷം കൊണ്ട് അതൊക്കെ തീർത്ത് താമ്മ. മോനെ മോനെ എഴുന്നേക്ക്.
എഴുന്നേക്കാൻ. എഴുന്നേക്കടാ. അമ്മയ്ക്ക് തെറ്റുപറ്റി, പക്ഷെ അത് തിരുത്താൻ അമ്മ തയ്യാറാ. പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരണം. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല. നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാം. പ്രീതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. മോനെ വാ, നീ ഡ്രസ്സൊക്കെ മാറും. വാ. മോനെ വാ. ആ ശാലിനി എത്തിയല്ലോ. എന്തായി മോളെ, വസുമതി എന്തു പറഞ്ഞു? വസുമതി എന്റെ വരി വച്ചാ വന്ന് പ്രീതിയെ കൊണ്ടുപോകും. സത്യം? ആ സത്യമായിട്ട് അച്ഛാ. രാജേശ്വരി ചേച്ചിയെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അവരത് വൃത്തിയായി ചെയ്തില്ലേ? അതോ ഇവളിടയ്ക്ക് എന്തെങ്കിലും കള്ളക്കളി നടത്തിയോ? വാ
നേരിട്ട് പറഞ്ഞതാ സുസ്മിതേ. അല്ല, നിനക്കിപ്പോ എന്താ കുഴപ്പം? പ്രീതിയെ വസുമതി ആന്റി കൂട്ടിക്കൊണ്ട് പോകുന്നതാണോ നിന്റെ പ്രശ്നം? അയ്യോ, ഞാൻ അങ്ങനെ ചിന്തിക്കോ? മഹാപാപം പറയല്ലേ ശാലിനി. വസുമതി ആന്റിക്ക് പെട്ടെന്ന് എങ്ങനെയാ അങ്ങനെ ഒരു ചേഞ്ച് വന്നേന്നാ ഞാൻ. മനുഷ്യനായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സുസ്മിതേ. അങ്ങനെ ധ്യാനം കൂടി നന്നായവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അതിന് മനുഷ്യനായി പിറക്കുകയും മനുഷ്യർക്കിടയിൽ വളരുകയും വേണം. മതി, നിർത്ത. ഇവിടെ ഇനിയൊരു തർക്കം വേണ്ട. പ്രീതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ നാളെ അർജുനെയും കൂട്ടി വസുമതി വരും. അങ്ങനെയല്ലേ നീ പറഞ്ഞത്? അതെ. അങ്ങനെ ആയാൽ എല്ലാവർക്കും നല്ലത്. ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തു. എല്ലാം തകർന്ന് പാളീസായല്ലോ. ആന്റി അവളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇനി എന്തിനാ സുസ്മിത നീ ജീവിച്ചിരിക്കുന്നേ? നീ ചെയ്ത പുണ്യപ്രവൃത്തി എന്താന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തുന്നാ? സുസ്മിതേ, ഒരു കാര്യം അറിയോ? വീട്ടിലൊരു പാമ്പ് കയറി പാർപ്പ് തുടങ്ങിയ എല്ലാവരുടെയും കണ്ണ് അതിനു മേലായിരിക്കും. നിന്റെ ഉള്ളിലെ വിഷം ഭാമാന്റിക്ക് മാത്രമേ തിരിച്ചറിയാതുള്ളൂ. ശാലിനി, ഒന്ന് എന്താണ് സുസ്മിതയായിട്ടൊരു സ്വകാര്യ സംഭാഷണം? ഏയ്, ഒരു കൊച്ചു വർത്താനം പറഞ്ഞതാ. എന്താ അവള് പിന്നെ വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഏയ് ഇല്ലച്ചാ, എന്തായാലും കാര്യങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിച്ചല്ലോ. ക്ഷീരമുള്ളവരകടിൻ ചുവട്ടിലും കൊതുകിന് ചോര തന്നെയാണല്ലോ കൗതുകം. അതുകൊണ്ട് ചോദിച്ചു പോയതാ. കൊച്ചു വർത്താനല്ല, അവൾക്കൊരു കൊട്ടു കൊടുത്തിട്ടാ വർത്തമാനം പറയേണ്ടത്. കണ്ടില്ലേ, എന്റെ മോള് തമാശയെ പറഞ്ഞു തുടങ്ങിയല്ലോ. ഒന്ന് പോച്ച. അയ്യോ, എനിക്ക് വേദനിച്ചു കേട്ടോ. അർജുൻ നിന്നെ എങ്ങനെ സഹിക്കൂടി പെണ്ണേ? ദേ, അവൻ നിന്നെ പിന്നെയും വീട്ടിൽ കൊണ്ടാക്കുവേ. എടാ, നിന്റെ പെങ്ങടെ കാര്യം പതുക്കെ. അമ്മ ഇടയ്ക്ക് എല്ലാവർക്കും സന്തോഷമായല്ലോ. അപ്പൊ ഇന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ നടക്കും. മനസ്സിൽ ലഡ്ഡു പൊട്ടി. പൊട്ടി? എക്സ്പ്രഷൻ പെട്ടെന്ന് മാറിയില്ല. എന്ത് പറ്റി?
ലഡു പൊട്ടീന്ന്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാത്രി ആവട്ടെ മോളെ, എല്ലാം മനസ്സിലാക്കി തരാട്ടാ. ഇവിടെ നിപ്പുണ്ടായിരുന്ന ഈ വസുമതി ആന്റിയുടെ തലയ്ക്ക് എന്താ വട്ടുപിടിച്ചോ? രാജേശ്വരി ചേച്ചി പറഞ്ഞതൊന്നും അവര് വിശ്വസിച്ചില്ലേ? രാജേശ്വരി ചേച്ചി ഒന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. അതെ അമ്മേ, പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞെന്നാ തോന്നുന്നത്. ഞാൻ എന്തായി കാണുന്നേ? വിഷ്ണുട്ടോ, എന്തായി കാണിക്കുന്നേ? യോ, എന്നെ നിലത്ത് നിർത്ത.